ഹായ് ഫ്രണ്ട്സ്, ഷീ ഗാർഡൻ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷീജ ഗുരുവായൂർ. ഇന്നത്തെ വീഡിയോ നമുക്ക് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ പോട്ടിംഗ് മിശ്രിതം നിറച്ച് എങ്ങനെ നട്ട് നല്ല രീതിയിൽ ഫ്രൂട്ട്സ് ഒക്കെ വിളവെടുക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് നടുന്ന വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒത്തിരി പേര് മുന്നത്തെ വീഡിയോസിലൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഫ്രൂട്ട്സ് പ്ലാന്റ് നടുന്ന രീതി ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവർക്കൊക്കെ കൂടി വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് നടുന്നതിൻ്റെ പോട്ടിംഗ് മിശ്രിതം നിറച്ച് നടുന്നതിൻ്റെ വീഡിയോ കാണിക്കുന്നു. ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇതിൽ നിറച്ച് നമ്മൾ നട്ട് കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞ് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുക്കാനായിട്ട് കഴിയും, ഞാൻ ഉറപ്പ് തരണം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഇത് ഞാൻ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മണ്ണാണിത്. കുറച്ച് ദിവസമായി ഇതിനൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ ചെടിച്ചട്ടിയിൽ മഴ കൊള്ളാത്ത സ്ഥലത്തൊക്കെ സൂക്ഷിച്ചിട്ടുള്ള മണ്ണാണിത്. അപ്പം നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുള്ള മണ്ണാണ് ആദ്യം എടുക്കേണ്ടത്. എനിക്ക് ചുവന്ന മണ്ണ് ഇവിടെ അല്ല, ഞങ്ങളുടെ പൂഴി പ്രദേശമായത് കാരണം കൊണ്ട്. അപ്പോൾ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ്, ഇത് കുമ്മായം ഒക്കെ ഇട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന മണ്ണാണ് കേട്ടോ. ഇനി ഇതിലേക്ക് മറ്റ് സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഈ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലേക്ക് ഞാനിനി ഇടാൻ പോകുന്നത് കോഴിക്കാഷ്ടാണ്. കമ്പോസ്റ്റ് ആക്കിയ കോഴിക്കാഷ്ടാണിത്. ഇതിന്റെ ഗ്യാസൊക്കെ കളഞ്ഞിട്ടുള്ള നല്ല ചൂട്ടടക്കനൊന്നും കൊടുന്ന് ഇടരുതേ. കോഴിക്കാഷ്ടം ഇട്ടു, എന്നിട്ട് നമ്മളൊന്നുകൂടി ഇളക്കണം. അപ്പം ഇതിൽ ട്രീറ്റ് ചെയ്ത മണ്ണിൽ നമ്മൾ കോഴിക്കാഷ്ടൊക്കെ ഇട്ടു റെഡിയാക്കി. ഇനി അടുത്തതായിട്ട് ഞാൻ ഇടുന്നത് ചകിരിച്ചോറാണ്. നല്ല പുളിപ്പൊക്കെ കളഞ്ഞിട്ടുള്ള ചകിരിച്ചോറാണിത്. അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചകിരിച്ചോറിട്ടു. അടുത്തത് ഇതിനകത്തേക്ക് ഞാൻ ജൈവവളം ഇട്ട് കൊടുക്കുന്നത്. ബയോബിനിൽ നിന്ന് എടുത്തിട്ടുള്ള ജൈവവളം ഇതിനിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കമ്പോസ്റ്റ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായി ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് വേപ്പിൻ പിണ്ണാക്കാണ്. എല്ലാവരും കാണണം കേട്ടോ, മനസ്സിലാക്കിയിട്ട് ഇതുപോലെ ചെയ്യുക. നമുക്കൊരു ഡ്രാഗൺ ഫ്രൂട്ട് 2 തൈയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 6 മാസം കഴിഞ്ഞാൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള നല്ല ഓർഗാനിക് രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള നല്ല മധുരമുള്ള ഫ്രൂട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാനായിട്ട് കഴിയും. എല്ലാ വീട്ടിലും ഇതുപോലെ ഒരു 4 തൈ നട്ട് വളർത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. പുറത്തുനിന്ന് വാങ്ങുന്ന ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ഒരു വ്യത്യാസം. തീരെ മധുരം ഉണ്ടാവില്ല. കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്തിട്ട് കുറെ നാളായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന മണ്ണാണ്. എന്നാലും ഞാൻ കുറച്ച് ഡോളോമൈറ്റ് ഇതിലൊന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ, കുറച്ച്. അടുത്തായിട്ട് ഞാൻ കുറച്ച് സൂഡോമോണസ് ഇതിലൊന്ന് ചേർക്കുന്നുണ്ട്. കുറച്ച് മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ. ഇനി നമുക്ക് വെക്കുമ്പോൾ അതിൽ ഇടാം, കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനൊന്ന് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മളെല്ലാം ചേർത്ത് ഈ മണ്ണിനെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. കോഴിവളമാണ് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിന് ഏറ്റവും ബെസ്റ്റ് വളം. അത് നിങ്ങൾ നല്ല ചൂട്ടോടക്കനെ കൊടുന്ന് ഒരിക്കലും ഇതിനകത്ത് ഇട്ട് കൊടുക്കരുത്. അതിന് ഗ്യാസൊക്കെ കളഞ്ഞിട്ട് വേണം. നല്ലോണം ഉണക്കിയെടുത്തിട്ട്, വെയിലത്തിട്ട് ഉണക്കല്ല, കോഴിക്കൂടിനെ താഴെ എടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് കൂട്ടിയിട്ടിട്ട് ഗ്യാസൊക്കെ കളഞ്ഞിട്ടുള്ള കോഴിക്കാഷ്ടം വേണം ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ പ്രത്യേക ഒരു പരിചരണം ഒന്നും നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിന് ആവശ്യമില്ല കേട്ടോ. ഒരു 5 ചട്ടി മണ്ണെടുക്കുകയാണെങ്കിൽ ഒരു 3 ചട്ടിയെങ്കിലും നമ്മൾ ചകിരിച്ചോറ്, പുളിപ്പ് കളഞ്ഞുള്ള ചകിരിച്ചോറ് എടുക്കുക. എല്ലുപൊടി എടുക്കുക. 1 കിലോനൊക്കെ എല്ലുപൊടി വേണം. വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ 1 കിലോ എടുക്കുക. പിന്നെന്താ, കോഴിക്കാഷ്ടം, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്യുക. ജൈവവളം വെച്ചാൽ ഞാൻ ബയോബിന്നിലെ വളമാണ്. ഞാൻ നനവൊന്നുമില്ലാതെ എടുത്തിട്ടുള്ള വളമാണ് ഞാനിപ്പോൾ ഇതിലൊന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ഇതൊക്കെ കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് ഇതൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് നടാനായിട്ട് ഈ പോട്ടിംഗ് മിശ്രിതം ഡ്രമ്മിലേക്ക് നിറയ്ക്കാം. ഇത് കണ്ടില്ലേ, ഡ്രമ്മ് ഞാൻ നിറയ്ക്കാൻ പോകുന്ന ഡ്രാഗൺ ഫ്രൂട്ട് നടാനായിട്ട് പോട്ടിംഗ് മിശ്രിതം നിറയ്ക്കാൻ പോകുന്ന ഡ്രമ്മാണിത്. ഇതിന് ഹോള്
1 2 ഒരു 6 ഹോള് സൈഡിൽ ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ? കണ്ടുവോ? ഇത് ഹോള് കാണാനില്ല. ഇരുമ്പ് കമ്പിയുടെ താഴെയായിട്ട് ഒരു ചുറ്റും ഒരു 6 ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് അടിയിൽ കണ്ടുവോ? അടിയിൽ ഹോളുകൾ കണ്ടില്ലേ? ഏറ്റവും അടിയിലും ഒരു 4 ഹോള് ഏറ്റവും അടിയിലും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഏറ്റവും അടിയിൽ പരന്നിരിക്കുന്ന ഭാഗത്ത് ഒരു 4 ഹോള്, അതിന് ഉയർന്ന കമ്പിക്ക് തൊട്ട് താഴെയായിട്ടും ഒരു 6 ഹോള്, അതിൻ്റെ മുകളിൽ ഹോൾ ഇട്ടിട്ടാണ് ഈ ഇരുമ്പ് കമ്പി. കണ്ടില്ലേ? ഒരു 4 ഹോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് വൂളാണ് ഈ പൈപ്പ്. അതുകൊണ്ട് തന്നെ നല്ല കനണ്ട്. നമുക്ക് ഇത് കിട്ടിയിൽ ഇതിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കൊരു PVC പൈപ്പ് വെച്ചാൽ മതിയാവും. അങ്ങനെ അതിന് ഈ ഗ്ലാസ് വൂളിന് ഹോൾ ഇട്ടിട്ടുണ്ട്. അതിലാണ് നമ്മൾ ഈ ഇരുമ്പ് കമ്പി കടത്തിയിട്ടുള്ളത്. കണ്ടില്ലേ? ക്രോസ് ചെയ്തിട്ട് കടത്തിയിട്ടുണ്ട് ഇരുമ്പ് കമ്പി. കണ്ടല്ലോ? സൂക്ഷിച്ച് നോക്കണേ. കണ്ടില്ലേ? നമ്മളെ ഡ്രമ്മിന്ന് ഹോൾ ഇട്ടിട്ട് ഈ പൈപ്പുമ്പിലേക്ക് ഹോൾ ഇട്ടിട്ട് കടത്തിയിരിക്കുകയാണ്. ഇതാണ് ഈ ഗ്ലാസ് വൂള് പൈപ്പ്. നമുക്ക് PVC പൈപ്പ് ഇട്ടാലും മതി കേട്ടോ. എന്നിട്ട് അതിന് മുകളിൽ ഒരു ടയർ വെച്ചിട്ടുണ്ട്. ബൈക്കിന്റെ ടയറാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് മുകളിൽ ഇതുപോലെ ഒരു 4 ഹോള് കൊടുത്തിട്ട് ഇരുമ്പ് കമ്പി വെച്ചിട്ടുണ്ട്. ആ ഇരുമ്പ് കമ്പി കട്ട് ചെയ്തിട്ട് ഇതുപോലെ ടയർ ഇതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഈ ടയറിന് അടിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഹോളുകൾ ഇട്ട് കൊടുക്കാം. മഴക്കാലത്ത് ഇതിനുള്ളിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിട്ട്, വെള്ളം കെട്ടി നിന്നിട്ട് കൊതുകിന്റെ ശല്യമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹോൾ ഇട്ട് കൊടുത്താൽ മഴവെള്ളം ആ ടയറിനകത്ത് വന്നാലും താഴേക്ക് പോയിക്കോളും. സംശയമൊന്നുമില്ലല്ലോ? ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കണം കേട്ടോ. ഇനി ഈ ഡ്രമ്മിലേക്ക് ഞാൻ കരിയിലയാണ് ഇതിൽ നിറയ്ക്കാൻ പോകുന്നത്. കുറച്ച് കരിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ചാക്ക് കരിയില കെട്ടി വെച്ചിട്ടുള്ളത്. അത് മഴയൊക്കെ കൊണ്ട് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം കമ്പോസ്റ്റ് ആയുള്ള പോലെയാണ്. നല്ല പോലെ ഇതായിട്ടുണ്ട്. അപ്പൊ ആ കരിയില ഞാനിതിൽ നല്ല തിക്കായിട്ട് ഞാൻ അമർത്തി നിറയ്ക്കാൻ പോവാണ്. നല്ല അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇരുമ്പ് കമ്പിക്ക് നല്ലോണം താഴെയായിട്ട് ഇപ്പൊ ഈ കരിയില ഞാൻ നിറച്ചിട്ടുണ്ട്. നല്ല അമർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മണ്ണൊക്കെ ഇട്ട് കുറെ കഴിയുമ്പോഴേക്കും ഇത് കമ്പോസ്റ്റ് ആവുന്നതിനനുസരിച്ച് ഇത് താഴ്ന്നു പോയിക്കോളും. കണ്ടല്ലോ? ഇനി നമ്മള് പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടിംഗ് മിശ്രിതം ഈ കരിയിലയുടെ മുകളിലേക്ക് ഈ ഡ്രമ്മില് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇങ്ങനെ ഇട്ട് കൊടുക്കാം ചുറ്റുമായിട്ട്. ഇതിന്റെ ഒരു 70% ഇതിൽ ഞാൻ ഇപ്പോൾ പോട്ടിംഗ് മിശ്രിതം നിറച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയൊക്കെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ? അധികം വെള്ളം ഒഴിക്കരുത്. അപ്പൊ ഇതൊന്നും കൂടി താഴ്ത്തിക്ക് വരും. അപ്പൊ നമുക്ക് വളമൊക്കെ കുറേശ്ശെ ഇടയ്ക്കൊക്കെ ഒരു ജൈവ വളമൊക്കെ ഇട്ട് നമുക്ക് കൊടുക്കണം. അപ്പോൾ അതിനുള്ള ഗ്യാപ്പ് ഇവിടെ ഇട്ട് കൊടുക്കണം. കണ്ട, ഞാനൊരു 70% ഇതിൽ പോട്ടിംഗ് മിശ്രിതം നിറച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഇതിൽ നടാം. പക്ഷെ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിനെ പടർത്തി വിട്ടു കൊടുക്കണ്ടേ? ഈ പൈപ്പിലൂടെ ഈ ഗ്ലാസ് വൂള് പൈപ്പ് അറിയാലോ, അത് നമുക്ക് PVC പൈപ്പ് ആയാലും കുഴപ്പമില്ല. ഇതാവുമ്പോൾ ഇത്തിരി നല്ല കട്ടിക്ക് നല്ല കനത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്കിതിനെ പടരാനായിട്ട് ഈസി ആയിട്ട് വേരുകൾ പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് ഈ ചണച്ചാക്ക് ഉപയോഗിച്ച് നമുക്ക് ഈ പൈപ്പിലൂടെ ചുറ്റി കെട്ടിക്കൊടുക്കാം. കുറച്ച് ഹൈറ്റ് ഈ ഡ്രമ്മിന്റെ മുകളിൽ നിന്നുള്ള ഹൈറ്റിലേക്ക് മതി കേട്ടോ കെട്ടിക്കൊടുക്കാനായിട്ട്. ഞാനിപ്പോ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കെട്ടിയതാണ്. ഇനി ഇത് പടരുമ്പോഴേക്കും നമ്മൾ കെട്ടിയാലും മതി. പടിയിൽ നിങ്ങൾക്കിതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി കെട്ടിക്കൊടുക്കേണ്ടതാണേ. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഇതുവരയ്ക്കും നമുക്ക് കെട്ടിക്കൊടുക്കാം. അപ്പൊ ഞാൻ ഇത്രയൊന്ന് കാണിച്ചു തന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിൽ തൈ നടാം. ഇതിലിപ്പോ ഒരു 4, 5 എണ്ണം 6 എണ്ണം ഒക്കെ നടാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഇതിനകത്ത്. അത്രയ്ക്കും വലിയ ഡ്രമ്മാണല്ലോ. അപ്പൊ ഞാനിവിടെ ഒരു ചെറിയൊരു കുഴി എടുക്കുന്നുണ്ട്. അധികം താഴ്ത്തി വെക്കേണ്ടതില്ല കേട്ടോ. അധികം താഴ്ത്തി വെച്ചാൽ അത് ചീഞ്ഞു പോവും. അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് ഇതാക്കുന്നുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വാമ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേരൊക്കെ ഒന്നും കൂടി പിടിച്ചോട്ടെ നല്ല രീതിയിൽ എന്ന് വിചാരിച്ചിട്ട് ഒരു കുഴിയിൽ വാമ് കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് സൂഡോമോണസ് ഇട്ട് കൊടുക്കാം. ഈ മണ്ണിൽ നിന്ന് എന്തെങ്കിലും അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാ കേട്ടോ. കുഴിയിൽ കുറച്ച്
സൂഡോമോണസും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തൈ വയ്ക്കാം. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈ, ഇത് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ തൈ. ആദ്യം വാങ്ങിച്ചപ്പോൾ ഞാൻ 2 പ്രാവശ്യം 6-ാം മാസം കഴിഞ്ഞ വർഷം തന്നെ അതിൽ ഡ്രാഗൺ ഫ്രൂട്ട് നിറയെ ഉണ്ടായി. 3 പ്രാവശ്യം അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. ഇത് നട്ട് കഴിഞ്ഞതിന് ശേഷം മറ്റുണ്ടായി നിൽക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവരൊക്കെ നിന്ന് വാങ്ങിച്ചത് തന്നെയാണ് ഈ തൈയും. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങാം അവരൊക്കെ നിന്ന് വാങ്ങുമ്പോൾ. അപ്പോൾ ആ തൈയാണിത്. അപ്പോൾ നമ്മൾ നടാൻ പോവുകയാണ്. അത് വെച്ച് ഞാനതിനൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ, വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. കണ്ട, അതിനൊക്കെ ഇള വന്ന് തുടങ്ങി. ഞാൻ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇതിനെ വീണ്ടും ഒരു മുകുളം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഓപ്പോസിറ്റിൽ നമുക്കൊരു കുഴി എടുക്കാം. ഇവിടെ ഞാനൊരു കുഴി എടുക്കാണ്ട്, നമ്മൾ എന്ത് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ സൂഡോമോണസ് ഒക്കെ ചേർത്ത് വെക്കുന്നത് മണ്ണിൽ കൂടിയുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ, ആ ഫ്രൂട്ടിൻ്റെ പ്ലാന്റിന് മണ്ണിൽ കൂടിയുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ നല്ലതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണത് ബെറ്റർ തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മതി. അപ്പോൾ അത് ഞാനിതിൽ വിതറി കൊടുക്കുന്നുണ്ട്. നമുക്കിനി അടുത്ത തൈ നടാം. ഇതാണ് എൻ്റെ ആദ്യം ഞാൻ നമ്മുടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നില്ലേ, അവരൊക്കെ ആദ്യം ഫസ്റ്റ് ഷൂട്ടിങ് കഴിഞ്ഞ് വന്നിട്ട് 1 മാസം 2 മാസം കഴിഞ്ഞിട്ട് വാങ്ങിച്ച തൈ വെച്ചതാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. ഇതേ നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട്, കണ്ടില്ല? ഇത് 3-ാമത്തെ പ്രാവശ്യമാണ് ഇതിൽ ഉണ്ടാവുന്നത്. 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൽ ഫ്രൂട്ട് ഉണ്ടായി തുടങ്ങി. ഇപ്പൊ അതേ 3-ാമത്തെ പ്രാവശ്യം ഇതായി ഉണ്ടായി നിൽക്കുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. അങ്ങനെ സീസൺ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇപ്പൊ 3 പ്രാവശ്യം ഇതിൽ ഫ്രൂട്ട് ഉണ്ടാവണു. അപ്പൊ ഞാനിതിപ്പോ അടുത്ത് തന്നെ ഹാർവെസ്റ്റ് നടത്തും. ഏകദേശം ഇത് പറിച്ചെടുക്കാനായിട്ടുണ്ട്, കണ്ടില്ലേ? 6 മാസം കൊണ്ട് ഇതിന്റെ ഗ്രോത്ത് ഇത്രയ്ക്ക്. ഇതിപ്പോ 8 മാസമായി. അപ്പോൾ 6 മാസം കഴിഞ്ഞ വർഷം 7 മാസം ആകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ വീട്ടിലുണ്ടാവും. കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് നട്ട് കഴിഞ്ഞു. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ച് വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരും. അതുവരേക്കും ടാറ്റാ.